الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഭക്ഷണം ആഘോഷമാക്കിയവരെ പറ്റിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഖുതുബയിലൂടെ മനസ്സിലാക്കിയത്. മറ്റൊരു അള്ളാഹിൻ്റെ അനുഗ്രഹമാണ് വസ്ത്രം. ജീവിതം തന്നെ മാറ്റിയ മനുഷ്യര് വസ്ത്രത്തെയും ആഘോഷവും ഉത്സവവുമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഭക്ഷണത്തെ പോലെ തന്നെ വസ്ത്രത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ ധൂർത്തും അതിൻ്റെ പൊങ്ങച്ചവുമാണ് പരക്കെ നാം കാണുന്നത്. വസ്ത്രത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് അഅറാഫിലെ 26-ാമത്തെ വചനം, യാ ബനി ആദം, ആദം സന്തതികളെ, ഖദ് അൻസൽനാ അലൈക്കും, നിങ്ങൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു, ലിബാസൻ, വസ്ത്രം. അള്ളാഹു ഇറക്കി തന്ന അനുഗ്രഹമാണ് വസ്ത്രം. യുവാരി സൗആത്തിക്കും, നിങ്ങളുടെ നഗ്നത മറക്കാൻ വേണ്ടി. ഒന്നാമത്തെ ലക്ഷ്യം, വസ്ത്രത്തിൻ്റെ ലക്ഷ്യം നഗ്നത മറക്കുക എന്നതാണ്. വരീശൻ, അലങ്കാരമായിട്ടും വെറുതെ കെട്ടിപ്പൊതിയല്ലോ, ഒരു ഭംഗിയുള്ള വിധത്തിലാണല്ലോ നമ്മൾ ആ വസ്ത്രം ധരിക്കുന്നത്. നഗ്നത മറക്കുന്നതാണ് അടിസ്ഥാന ലക്ഷ്യമെങ്കിൽ പോലും ഒരു ഭംഗിയോടുകൂടി, അലങ്കാരത്തോടു കൂടിയാണ് നാം അത് ധരിക്കുന്നത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വലിബാസു തഖ്വാ ദാലിക ഖൈർ, വസ്ത്രത്തിൽ ഉത്തമം തഖ്വയാകുന്നു. തഖ്വയാകുന്ന വസ്ത്രമാണ് ഉത്തമമായത്. കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കിയല്ലോ, ഭക്ഷണത്തിൽ ഉത്തമമായത് തഖ്വയാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണല്ലോ ഭക്ഷണവും വസ്ത്രവും. അപ്പോൾ വസ്ത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടുള്ള രീതിയാണോ സ്വീകരിക്കുന്നത് എന്നതാണ്. വലിബാസു തഖ്വാ ദാലിക ഖൈർ,
തഖ്വയാകുന്ന വസ്ത്രം, അതാണ് ഉത്തമം. ദാലിക മിൻ ആയാത്തില്ലാഹ്, ഇതെല്ലാം അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ലഅല്ലഹും യദ്ദക്കറൂൻ, മനുഷ്യര് ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി, മനുഷ്യന്മാര് ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുന്നത്. തഖ്വയാണ് വസ്ത്രത്തിൻ്റെ അടിസ്ഥാന മാനദണ്ഡം. തഖ്വയാണ്. ആ തഖ്വയെ പരിപോഷിപ്പിക്കുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങളാണ് മനുഷ്യർ അണിയേണ്ടത്, ആണും പെണ്ണുമെല്ലാം. എന്നാൽ ഇന്ന് ശുക്ർ കാണിക്കേണ്ടതിന് പകരം നന്ദി കെട്ടതിൻ്റെ, ആ നന്ദികേടിൻ്റെ ഏറ്റവും വലിയ രൂപമാണ് നമ്മൾ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന വസ്ത്രധാരണ രീതി. സ്വർഗത്തിൽ വച്ച് നഗ്നത എന്ന ഒരവസ്ഥ നമ്മുടെ ആദ്യ പിതാവായ ആദമിനും ഹവ്വായിനും ഉണ്ടായിരുന്നില്ല. നഗ്നത എന്നൊരു പ്രശ്നം അവരെ ബാധിച്ചിരുന്നില്ല. അള്ളാഹു വിലക്കിയ കനി അവർ തിന്നു കഴിഞ്ഞപ്പോഴാണ് നഗ്നതയെക്കുറിച്ച് അവർക്ക് ബോധ്യം വരികയും നാണമാവുകയും ചെയ്തു എന്ന് ഖുർആൻ പറയുന്നു. സ്വർഗത്തിലെ മരങ്ങളുടെ ഇലകളെടുത്ത് അവർ നഗ്നത മറക്കാൻ തുടങ്ങി എന്നതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് മഅറാഫിൽ തന്നെയുണ്ട്. സ്വർഗത്തിലെ മരങ്ങളുടെ ഇലകളെടുത്തുകൊണ്ട് നഗ്നത മറക്കാൻ തുടങ്ങി ആദമും ഹവ്വാവും. ആ അവസ്ഥയിൽ നിന്നാണ്, ഇലകളും തോലുകൾ കൊണ്ട് മറച്ച അവസ്ഥയിൽ നിന്നാണ് ഇത്ര നല്ല ഭംഗിയുള്ള സുന്ദരമായ വസ്ത്രങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയത്. റബ്ബ് ചെയ്ത അപാരമായ അനുഗ്രഹമാണ്. അതിന് ശുക്റാണ് കാണിക്കേണ്ടത്. തഖ്വ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വസ്ത്രധാരണ രീതി ഇന്ന് നമ്മളൊന്ന് പുറത്തേക്കിറങ്ങിയാൽ എന്താണ് കാണുന്നത് സഹോദരങ്ങളെ? ശുക്ർ കാണിക്കലാണോ? ആണിൻ്റെയും പെണ്ണിൻ്റെയും വസ്ത്രധാരണങ്ങൾ കണ്ടാൽ ഇന്ന് കാണപ്പെടുന്ന അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? സ്ത്രീകളുടെ വേഷവിധാനം എന്താണ്? റോട്ടിലും അങ്ങാടിയിലും കല്യാണ ഹാളുകളിലും തിങ്ങിക്കൂടുന്ന സ്ത്രീകളുടെ വേഷവിധാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകളുടെ വേഷം തന്നെ. അള്ളാഹു എന്താണോ അടിസ്ഥാനപരമായി വസ്ത്രം കൊണ്ട് ഉദ്ദേശിച്ചത്, അതിന് തീരെ വിപരീതമായ രീതിയിലാണ് പലപ്പോഴും. ഒന്ന് ഇസ്രാഫാണ്. ഇസ്രാഫ്, എത്ര വസ്ത്രം ഉണ്ടെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് മാറുക നമ്മൾ. സ്ത്രീകളെ സംബന്ധിച്ച് പറയാനുമില്ല. ആവശ്യമല്ല, ആവശ്യം വരുമ്പോഴല്ലേ വസ്ത്രം വാങ്ങുക നമ്മൾ. ആവശ്യമല്ല, ആഘോഷത്തിന് വേണ്ടി വസ്ത്രം വാങ്ങണം, ആവശ്യത്തിനല്ല. ഒരു സ്ത്രീക്കും അറിയില്ല അവൾക്കുള്ള വസ്ത്രത്തിൻ്റെ എണ്ണ എത്രയാണ്. ഓരോ പരിപാടിക്കും വസ്ത്രമാണ്. അതായത് മാമാടെ വീട്ടിലെ കല്യാണം ഈ ആഴ്ച, അതിന് വാങ്ങി പുതിയത്, വില കൂടിയത്. ആ വസ്ത്രം അമ്മായിയുടെ വീട്ടിലെ കല്യാണത്തിന് എടുക്കാൻ പറ്റില്ല, അതിന് വേറെ വാങ്ങണം. കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേറെ വാങ്ങണം. ഇങ്ങനെ ഓരോന്നിനും വസ്ത്രത്തിൻ്റെ ആവശ്യമനുസരിച്ചല്ല, ആഘോഷത്തിന് വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ആ വേഷവിധാനം ഒന്ന് ശ്രദ്ധിച്ച നമ്മുടെ ഉമ്മത്തിലെ യുവതികൾ പോകുന്നത് 18ഉം 20ഉം വയസ്സുള്ള പെൺകുട്ടികളുടെ വേഷം ശ്രദ്ധിച്ചില്ലേ? ടൈറ്റ് പാൻസ്, പിന്നെ എന്ത് ഷർട്ടാ? ആണുങ്ങളൊക്കെ ഇട്ട് തീർക്കുന്ന ഷർട്ടിന് എന്താ നമ്മ പറയാ? ടീഷർട്ട്. ഒത്ത യുവതികൾ. ഇസ്ലാം വസ്ത്രം കൊണ്ട് എന്തുദ്ദേശിച്ചോ, വസ്ത്രം ധരിച്ചിട്ടും നഗ്നരായി നടക്കുന്ന സ്ത്രീകൾ. അല്ലാഹു പറഞ്ഞു, വകുല്ലിൽ മുഅ്മിനാത്തി, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയുക നബിയെ,
യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന, അന്യപുരുഷന്മാരിൽ നിന്നും അവരുടെ കണ്ണുകളെ അവർ ചിമ്മട്ടെ. വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ അവർ കാത്തു സൂക്ഷിക്കട്ടെ. വലാ യുബ്ദീന സീനത്തഹുന്ന, അവരുടെ സൗന്ദര്യത്തെ അവർ വെളിവാക്കരുത്. ഇല്ലാ മാ ദഹറ മിൻഹാ, അനിവാര്യമായും പ്രാഥമികമായും അവൾക്ക് വെളിവായതല്ലാത്ത, അതായത് മുഫസ്സിറുകൾ അതിനെ വിശദീകരിക്കുന്നത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ളതെല്ലാം സ്ത്രീകൾ മറക്കേണ്ടതാണ്. വൽയദ്രിബിന ബിഹുമരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ മുഖമക്കനകൾ മാർവിടത്തിലൂടെ താഴ്ത്തിയിടുകയും ചെയ്യട്ടെ. വസ്ത്രത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റപ്പെടുന്ന വിധത്തിലാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ഒരു സ്ത്രീക്ക് അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ മുഖം മറക്കൽ നിർബന്ധം ധരിക്കുന്നവരുണ്ട്. അബദ്ധമാണ്, ഇസ്ലാമിലില്ല. ഒരു പെണ്ണിന് മറച്ചടക്കണമെങ്കിൽ മറച്ചടക്കാം, അതല്ല ഞാൻ പറഞ്ഞു. നിർബന്ധമാണെന്ന് കരുതിയ ആളുകളുണ്ട്. മുഖം മറക്കൽ നിർബന്ധമാണെന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. ഒരു സ്ത്രീക്ക് പുറത്ത് മുഖം മറച്ച് നടക്കാവുന്നതാണ്, അതിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. പറഞ്ഞ വിഷയം മനസ്സിലായ? ഫർളല്ല. ഒരു സ്ത്രീക്ക് ആഗ്രഹം മറക്കാം, അല്ലെങ്കിൽ മറക്കാതിരിക്കാം. തെളിവെന്താ? ഈ ആയത്ത് തന്നെയാണ്. അവൾക്ക് നിർബന്ധമായും വെളിവായ കാര്യങ്ങളല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപത്നി ആയിഷയുടെ സഹോദരി അസ്മാ റളിയല്ലാഹുവിനോട് പറയുന്ന ഹദീസ്, അസ്മ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നപ്പോൾ, അനിയത്തിയുടെ ഭർത്താവാണ്, റസൂലാണ് എന്ന നിലയിൽ അസ്മ വന്നപ്പോൾ റസൂൽ പറഞ്ഞു, അസ്മ ഇങ്ങനെയല്ല വേഷം ധരിക്കേണ്ടത്. ഈ മുഖവും മുൻകൈയും ഒഴിച്ചൊക്കെ പരിപൂർണമായി മറയുന്ന വേഷത്തിലാണ് നീ പ്രത്യക്ഷപ്പെടേണ്ടത് എന്ന് റസൂൽ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അപ്പം സുന്നത്ത് തന്നെയാണ് ഇതിൻ്റെ തഫ്സീർ. ഖുർആൻ്റെ തഫ്സീർ സുന്നത്ത് തന്നെയാണ്. മാത്രമല്ല, ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു സ്ത്രീയും മുഖം മറക്കാൻ പാടില്ല. മുഖം മറക്കൽ നിർബന്ധമാണെങ്കിൽ, ശ്രദ്ധിച്ചോ പോയിന്റ്, പഠിക്കണവരാഗ്രഹികളുള്ളവർക്കൊന്നും മനസ്സിലാക്കിക്കോ. മുഖം മറക്കൽ നിർബന്ധമാണെങ്കിൽ മറക്കാതിരിക്കൽ ഹറാമാണ്. മുഖം മറക്കൽ നിർബന്ധമാണെങ്കിൽ മറക്കാതിരിക്കൽ ഹറാമാണ്. ഒരു ഇബാദത്തിൽ ഒരു ഹറാമ് ഹലാലാവുകയില്ല. ഉംറക്കും ഹജ്ജിനും ഇഹ്റാം കെട്ടിയ പെണ്ണ് പാടില്ല എന്നാ വിലക്കേറിക്ക, മുഖം മറക്കാൻ പാടില്ല. അതൊരു നിർബന്ധ കർമ്മമായിരുന്നെങ്കിൽ മറക്കാതിരിക്കൽ ഹറാമാവും. അപ്പോൾ ഒരു പുണ്യകരമായ ഇബാദത്തിൽ ഒരു ഹറാമ് ഹലാലായി വരില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലായത് മുഖം മറക്കൽ നിർബന്ധമില്ല. ഹദീസൊക്കെ കാണാമല്ലോ. ഇന്ന വനിത വന്ന് നബിയോട് ചോദിച്ചു, എങ്ങനെ അറിയാം? മുഖം മറച്ചിട്ടാണ് അന്ന് പെണ്ണുങ്ങൾ വന്നിരുന്നെങ്കിൽ ഇത് ലൈലയാണോ ഹൗലയാണോ എങ്ങനെ തിരിച്ചറിയും? ഇല്ലല്ലോ. ഹൗല വന്ന് റസൂലിനോട് ചോദിച്ചു, ലൈല വന്ന് റസൂലിനോട് ചോദിച്ചു എന്ന ഹദീസ് എങ്ങനെ വരുന്നത്? ലൈലാനെ ഹൗലാനെ വേർതിരിച്ചറിയണമെങ്കിൽ ആ മുഖം കാണണം. ഒരു പെണ്ണിന് അവളെ മുഖം അന്യപുരുഷന്മാരെ കാണിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ അത് അവളുടെ ഇഷ്ടം, അതിനെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. നിർബന്ധമില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ വഖുല്ലിൽ മൂമിനാത്ത്, ഇത് തന്നെ തൊട്ടു മുമ്പത്തായത്ത് വഖുല്ലിൽ മുഅ്മിനീന എന്നാണ് സൂറത്തു നൂറിലെ. ആണുങ്ങളോട് പറയുക, അൻ യഗ്ളൂ മിൻ അബ്സ്വാരിഹിം, അവരുടെ കണ്ണുകൾ ചിമ്മട്ടെ. ശ്രദ്ധിക്ക്, അള്ളാഹുടെ കൽപ്പന. ആണുങ്ങൾ സ്ത്രീകളുടെ നേരെ കണ്ണുകൾ ചിമ്മട്ടെ. മുഖം മറച്ചിട്ടുണ്ടെങ്കിൽ, മറച്ചാണ് പോകുന്നതെങ്കിൽ എങ്ങനെ ചിമ്മേണ്ട കാര്യം എന്താ? എല്ലാ പെണ്ണുങ്ങളും മുഖം മറച്ചാണ് നടക്കുന്നെങ്കിൽ കണ്ണ് ചിമ്മേണ്ട കാര്യമെന്ത്? അള്ളാഹ് പറയണ കണ്ണ് ചിമ്മണം. അപ്പൊ മുഖം മറച്ചിട്ടില്ല എന്ന് മനസ്സിലായി നമുക്ക്. അപ്പോ ഇവിടെ സ്ത്രീകളോട് കണ്ണുകൾ ചിമ്മാനും അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കാനും അവരുടെ സൗന്ദര്യം അവൾ വെളിവാക്കരുതെന്നും അള്ളാഹ് പറയുന്നു. മാത്രമല്ല, അവളുടെ മുഖമക്കന
മാർവിടത്തിലൂടെ താഴ്ത്തിയിടാൻ പറഞ്ഞത് ടീഷർട്ട് ഇട്ട് നടക്കുമ്പോൾ നിങ്ങൾ എന്താ കാണുന്നത്? അത് കാണാതിരിക്കാനാ. അത് സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുക മാത്രമല്ല, അവളുടെ ശരീരത്തിൻ്റെ അഴക് അളവുകൾ പുരുഷന്മാർക്ക് കാണാൻ പറ്റുന്ന വിധം വേഷവിധാനം പാടില്ല എന്നതാണ് ഖുർആന്റെ നിർദ്ദേശം. ധരിക്കണമെന്ന് മാത്രമല്ല, ശരീരത്തിൻ്റെ അളവുകളില്ലേ അത് അന്യൊരു പുരുഷന് നിർണയിക്കാൻ പറ്റുന്ന വിധം, അവരുടെ കണ്ണുകൾക്ക് കൊത്തിവലിക്കാൻ പറ്റുന്ന വിധം നമ്മുടെ പെൺമക്കളെ, നമ്മുടെ മരുമക്കളെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഉമ്മയെ അന്യപുരുഷന്മാർക്ക് കമന്റ് അടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വേഷം വാങ്ങിക്കൊടുക്കുന്ന കുടുംബനാഥന്മാർ ശ്രദ്ധിക്കുക. എന്താ ഈ ഒഴുകി നടക്കുക ഈ മാർക്കറ്റിൽ, ഹാളിലൊക്കെ? കല്യാണത്തിന് എന്തിനാ ഇത്ര അധികം പെണ്ണുങ്ങള്? എന്തിനാ ഈ പെണ്ണുങ്ങൾ ഇത്ര അധികം കല്യാണത്തിലേക്ക് വരുന്നത്? എന്നിട്ടാ വഴിയിലാ നിൽക്കുക, ഹാളിൻ്റെ നടുവഴിയിൽ തിങ്ങി നിൽക്കും, ആണുങ്ങൾക്ക് കിടക്കാൻ പറ്റാത്ത വിധം. ആണ് മാറി അങ്ങോട്ട് പോണം. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ? അപ്പോ ഇസ്ലാമിൻ്റെ പരിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ വേഷം ഭൗതികവാദികൾക്ക് അതൊരു വിഷയമല്ല, കൽപ്പന ഇല്ല അവർക്ക്. അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്ന വിശ്വാസിക്ക് അള്ളാഹിന്റെ കൽപ്പനക്കും റസൂലുള്ളാഹിയുടെ നിർദ്ദേശത്തിനും പ്രാമുഖ്യം കൽപ്പിക്കുന്ന ഒരു വിശ്വാസിക്ക് അത് പാലിക്കണം. അപ്പോൾ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന ഉപ്പമാർ ആഹാരം വാങ്ങിക്കൊടുക്കുന്നു, അവരെന്നെ പോയി എടുക്കല്ലേ സ്വന്തം. പണ്ടൊക്കെ ഉപ്പ പോയി വാങ്ങണം, അല്ലെങ്കിൽ ഉമ്മ പോയി വാങ്ങണം. ഇപ്പം അവർ സമ്മതിക്കൂല, അവർ സ്വന്തമായിട്ട് പുതിയ പുതിയ സിനിമാ സ്റ്റാറുകളുടെ സ്റ്റൈൽ, അല്ലെങ്കിൽ സ്പോർട്സ് സ്റ്റാറുകളുടെ സ്റ്റൈൽ അനുസരിച്ചാണ്. അതിന് വില ഒന്നൊരു വിഷയമല്ല. എനിക്കിത്ര കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് കല്യാണത്തിന്, അതും വിഷയമല്ല. കഴിഞ്ഞ ആഴ്ച പെരുന്നാളിന് പുതിയത് എടുത്തതാണ്, അതും ഒരു പ്രശ്നമല്ല. ധൂർത്ത്, ഭയങ്കര ധൂർത്ത്. മുമ്പ് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ നാണം മറക്കാൻ പോലും വസ്ത്രം വാങ്ങാൻ കഴിവില്ലാതെ തെരുവുകളിൽ കഴിയുന്ന മനുഷ്യരെ ഒന്ന് നോക്കുക നിങ്ങൾ. നാണം മറക്കാൻ വസ്ത്രമില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഈ ആയത്തിറങ്ങിയപ്പോ ഒരു മക്കനക്കുള്ള തുണിയില്ലാതെ അവ വസ്ത്രത്തിൽ നിന്നൊരു പീസ് മുറിച്ചെടുത്ത് കാരമുള്ളുകൊണ്ട് കൊത്തി മക്കനയാക്കി എന്ന് ഹദീസിൽ. അവര് ധരിക്കുന്ന വലിയ വസ്ത്രത്തിൽ നിന്നൊരു പീസ് മുറിച്ചെടുത്ത് തലയിലൂടെ ഇട്ട് ഇങ്ങനെ മക്കനാക്കാൻ വേണ്ടി കാരമുള്ളു കുത്തിക്കൊണ്ട് പള്ളിയിൽ നമസ്കരിക്കാൻ വന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്നു. ഇത് നമുക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് കഴുത്തിലേക്ക് മാറ്റും, ഷാളാക്കിയിട്ട് കഴുത്തിലേക്ക് മാറ്റും. പറന്നിട്ടിട്ട് തലയെ തട്ടിലാണ്ട് പോണ പെണ്ണുങ്ങളെ കണ്ടില്ല നിങ്ങൾ? പറന്നിട്ടിട്ടുണ്ട്, തലയെ തട്ടില്ല, തോളിൽ കൂടെ ഒരു ഷാള്. ആ മാർവീടൊക്കെ അന്യപുരുഷന്മാർക്ക് കാണാവുന്ന വിധം ആ ഷാൾ ഇട്ടിട്ട് പോണ്. ചിലവരുണ്ട് ഒരു കഴുത്തിലൊക്കെ പാടെ മുറുക്കി കിട്ടണം. അപ്പോൾ ഇവിടെ വെളിവാ, മാറിടം വെളിവാ, കഴുത്തിലൊക്കെ പാടെ കൂടി ഒരു തുണി കൊണ്ട് മുറുക്കി കെട്ടിയിട്ട് ഒരു പുതിയ കെട്ട്. പ്രിയപ്പെട്ടവരെ, ഒരു അപകടം കൂടി ഈ കാലഘട്ടത്തിലുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. പഴയ മൗലവിമാർ തന്നെ പുതിയ വാദങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മൗലവി പഴയതാ, പുതിയ വാദം. ഈ 8, 9, 10 വയസ്സായ പെൺകുട്ടികളെ എന്തിന് ശരീരം മറക്കുന്ന വേഷം, അതൊരു അന്യായമാണത്രേ കുട്ടികളോട് ചെയ്യുന്ന. നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മൾ വായിച്ചു, ഇന്നത്തെ പത്രത്തിന് 7 വയസ്സായ കുട്ടിയെ പീഡിപ്പിച്ചത്. ഒരു ശരീര വളർച്ചയുള്ള 8 വയസ്സും 9 വയസ്സും 10 വയസ്സും ആയ കുട്ടികൾ അള്ളാഹു പറഞ്ഞ രീതിയിലുള്ള വേഷം ധരിക്കാതെ നടന്നാൽ ആ കുട്ടിക്കാണ് അപകടം. ആ കുട്ടി 5 വയസ്സുകാരിയും 6 വയസ്സുകാരിയും ബലാത്കാരത്തിന് ഇരയാകുന്ന വാർത്തകൾ പലപ്പോഴും അധിക സംഭവങ്ങളിലും അവരുടെ വേഷമാണ് പുരുഷന്മാരെ കാമഭ്രാന്തന്മാരാക്കി മാറ്റുന്നതിൽ
സ്ത്രീകളുടെ വേഷത്തിലാണ് ഒന്നാമത്തെ പങ്ക് എന്നുകൂടി നാം മനസ്സിലാക്കുക. പുരുഷന്മാർ അക്രമികളാ, ശരിയാണ്, അക്രമാണ് ഈ കാണിക്കുന്നത്. മൃഗം പോലും കുട്ടികളെ ഒന്നും ചെയ്യില്ല, മൃഗം ചെയ്യില്ല. ഉലായിക്കല്ലെല്ലാം അല്ല, ബൽഹും അവൽ, കന്നുകാലികളെക്കാൾ പിഴച്ചവരാണ് എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? ശരിയാണ്. പക്ഷെ പുരുഷന്മാരെ അക്രമികളാക്കുന്നതിൽ സ്ത്രീകളുടെ പങ്ക്. എന്നിട്ട് പറയാ 8, 9, 10 വയസ്സായ കുട്ടികൾക്കൊന്നും. എന്തൊരു വർത്താനാണ് നോക്കിയേ. ആ കുട്ടിക്ക് അതിന്റെ ബോധം വന്നിട്ടില്ല. ഇവരെങ്ങനെ അക്ഷരവായനയാണെന്ന്, ഹദീസിന്റെ അക്ഷരവായനയാണ് അങ്ങനത്തെ കുട്ടികൾക്ക് മറയുന്ന വേഷം കൊടുക്കുന്നത് എന്ന്. അപ്പോ ഒരക്ഷരവായന കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒരക്ഷരവായന. 7 വയസ്സായാൽ നിങ്ങളുടെ മക്കളോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. ആ 7 വയസ്സുകാരനക്ക് വല്ലതും അറിയോ? അവനക്ക് തൻ്റെ ഇടത്തിയിട്ടല്ലേ, ചിന്തിക്കാനുള്ള കഴിവെത്തുമ്പല്ലേ അള്ളാഹുടെ കിതാബുള്ളൂ. എന്നിട്ട് മാതാപിതാക്കളും പറയാ 7 വയസ്സാകുമ്പോൾ എന്ത് വേണം? നിസ്കരിക്കാൻ കൽപ്പിക്കണം. അവന് തൻ്റെ ഇടത്തിയിട്ടില്ല. 10 വയസ്സായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച റസൂൽ പറയുന്നു, 10 വയസ്സായിട്ടും നമസ്കരിച്ചില്ലെങ്കിൽ അവനെ അടിക്കണം. അവന് തൻ്റെ ഇടായിട്ടില്ലല്ലോ, 5-ലല്ലേ പഠിക്കുന്നത്. അവന് തൻ്റെ ഇടൊന്നും ആയിട്ടില്ല, അള്ളാഹുടെ കിതാബും ആയിട്ടില്ല. അത് ആരുടെ ബാധ്യതയായിട്ടാണ് പറയുന്നത്? മാതാപിതാക്കളുടെ. പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണ്. ആൺകുട്ടി ജനിക്കുമ്പോഴും മാലയും വളയും തളയൊക്കെ ഇടുന്നു. കുട്ടിക്ക് വല്ല കുറ്റണ്ട? ഇല്ലല്ലോ. കുറ്റമാർക്കാ? ആണായ കുട്ടിക്ക് ഈ സ്വർണ്ണാഭരണങ്ങൾ ധരിപ്പിക്കുന്ന, ഹറാമ് ചെയ്യുന്ന മാതാപിതാക്കൾക്കല്ല ഇതിന്റെ കുറ്റം. കുട്ടിക്ക് എന്താ? അപ്പൊ 5ഉം 6ഉം വയസ്സുള്ള കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന വാർത്ത ദിനേന വായിക്കുമ്പോ ഈ മൗലവി എഴുതാണ് വേണ്ടാന്ന്. ആക്കും വലുതായിട്ട് അവർ തീരുമാനിച്ചോട്ടെ. നിങ്ങളാ വിചാരിക്കണ്ട 18 വയസ്സ് വരെ മറ്റേ വേഷം ധരിച്ചിട്ട് 18 വയസ്സാകുമ്പോൾ അവൾക്ക് പെട്ടെന്നൊരു പർദ്ദ കയറി വരും എന്ന് ധരിക്കുന്നുണ്ടോ നിങ്ങൾ? അനുസരിക്കുന്ന പ്രായത്തിൽ തന്നെ ദീൻ പഠിപ്പിക്കണം, ദീൻ ജീവിതത്തിൽ പാലിക്കാൻ ശീലിപ്പിക്കണം. അനുസരിക്കാത്ത കാലം വന്നിട്ടാണ് ഇവിടെ കൽപ്പനകളൊക്കെ ഉണ്ടായത്. ആൺകുട്ടിയോടും പെൺകുട്ടിയോടും നമ്മൾ, ആരെയും പറയണ്ട, നമ്മൾ നമ്മുടെ മക്കളെ ചെയ്യേണ്ട സമയത്ത് നമ്മൾ മാർഗനിർദ്ദേശം കൊടുക്കാതെ പറഞ്ഞാലും അനുസരിക്കില്ല എന്ന പ്രായമെത്തുമ്പോഴാണ് നമ്മൾ ഉപദേശങ്ങൾ വരുന്നത്. അതുകൊണ്ട് വസ്ത്രം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് സഹോദരങ്ങളെ. അതിന് ശുക്ർ കാണിക്കണം, ദിക്ർ ചെയ്യണം. ആ ആണിനും ബാധകമാണ്. നെരിയാണിക്ക് താഴെയുള്ളത് നരകത്തിലാണെന്ന് റസൂലുള്ള വ്യക്തമായി 10ഓളം ഹദീസ്, 10ഓളം. നെരിയാണിക്ക് താഴെ വസ്ത്രം ഉണ്ടായാലും പാൻസായാലും നെരിയാണിക്ക് താഴെ, അതിനും എഴുതാൻ മൗലവിമാരുണ്ട്. ഒരു കുഴപ്പമൊന്നുമില്ല. ഈ നാട്ടിലെ ആൾക്കാർ അങ്ങനെ നടക്കണമെങ്കിൽ നിങ്ങൾ നടന്നോളാൻ. ഒരു പ്രസ്ഥാനത്തിൻ്റെ വാരികയിൽ എഴുതുക ഒരു മൗലവി. അള്ളാന്റെ റസൂലിനേക്കാൾ വിവരം വെച്ചിരിക്കുന്നു മൗലവിമാർക്ക്. അത് അഹങ്കാരത്തോടെ ഇറക്കി കൊടുത്താലേ കുഴപ്പമുള്ളൂ. ഹുയല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഹദീസ്, ഒരഹദീസ്. അഹങ്കാരം പറയാത്ത വേറെ കുറേ ഹദീസുണ്ട്. അഹങ്കാരം എന്ന വാക്ക് ഉപയോഗിക്കാത്ത കുറേ ഹദീസുണ്ട്. അള്ളാന്റെ റസൂൽ തഹ്തൽ കഅബൈനി ഫിന്നാർ, നെരിയാണിക്ക് താഴെയുള്ളത് നരകത്തിലാണെന്ന് പറഞ്ഞിട്ടും നാട്ടിലെ ശീലമനുസരിച്ച് നിലത്തടിക്കുന്ന വിധത്തിൽ പാൻസും മുണ്ടുമൊക്കെ ഉടുക്കുന്നത്, അതാണ് അഹങ്കാരം. പിന്നെ അഹങ്കാരം കൊണ്ട് ലേബലൊട്ടിച്ച് വെക്കണം. റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടും ഇത് ചെയ്യുക, അതാണ് അഹങ്കാരം എന്ന്. എന്തൊരു കുഴപ്പമാണെന്ന് നോക്കിയ സഹോദരങ്ങളെ. അതുകൊണ്ട് നാട്ടുകാരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഫത്വ കൊടുക്കുന്ന മൗലവിമാരുടെ എണ്ണം കൂടി വരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും ഏറ്റവും നന്നായി നമ്മൾ
മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പറയാ, ഇതും ഖുർആന്റെ അക്ഷരവായനായി മാറുക. യാ അയ്യുഹൻ നബിയു, അള്ളാഹ് വിളിക്കുക. യാ അയ്യുഹൻ നബിയു, അള്ളാന്റെ നബിയേ. ഖുൽ, താങ്കൾ പറയണം. ലി അസ്വാജിക, താങ്കളുടെ ഭാര്യമാരോട് പറയണം. വ ബനാതിക, താങ്കളുടെ പെൺമക്കളോട് പറയണം. വ നിസാഇൽ മുഅ്മിനീന, സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് കൽപ്പിക്കുകയാണ്, താങ്കളുടെ ഭാര്യമാരോടും താങ്കളുടെ പെൺമക്കളോടും മുഅ്മിനീങ്ങളായ സ്ത്രീകളോടും താങ്കൾ പറയണം. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മേൽത്തട്ടങ്ങൾ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. ദാലിക അദ്നാ അൻ യുറഫ്ന, ചാരിത്രവതികളായ സ്ത്രീകളാണ്, മുഅ്മിനീങ്ങളാണ് എന്ന് അറിയപ്പെടാൻ ആ വേഷം ആവശ്യമാണെന്നാണ് അള്ളാഹ് പറയുന്നത്. ഇത് ചാരിത്രവതിയാണ്, റോഡ് വക്കിലിരുന്ന് കമന്റ് അടിക്കാൻ പറ്റിയ പെണ്ണല്ല എന്ന വിധത്തിൽ ആത്മാഭിമാനമുള്ള, അവർ ആക്രമിക്കപ്പെടാതിരിക്കാനും ആ വേഷമാണ് വേണ്ടത്. പീഡിപ്പിക്കപ്പെടാതിരിക്കാനും തന്നെയാണ് അള്ളാഹ് പറയുന്നത്. ഈ സ്ത്രീകളുടെ തീവണ്ടിയിലും ബസ്സിലും ഒക്കെ ബലാത്കാരത്തിന് മുതിർന്നെന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള ഒരു ഭാഗം സ്ത്രീകളുടെ ഭാഗത്തുണ്ട് എന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ ഈ വേഷം വേണ്ടതുണ്ട് എന്ന് അള്ളാഹ് പറയാ. വകാനല്ലാഹു ഗഫൂറർ റഹീമാ, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാവാരിയുമാവുന്നു. അഹ്സാബിലെ 59-ാമത്തെ ആയത്ത്. ഇവിടെ ഇത് ഖുർആനാ. ഖുർആനിലെ ഈ കൽപ്പനയും റസൂലുള്ളാഹിയുടെ കൽപ്പനയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ്. ഒന്ന്, ദുർവ്യയം, ആവശ്യത്തിൽ കൂടുതൽ വസ്ത്രം എടുത്ത് കൂട്ടൽ. ആ വസ്ത്രം, അള്ളാഹ് വസ്ത്രം ധരിക്കാൻ പറഞ്ഞ എന്താണോ ലക്ഷ്യം അതിന് വിപരീതമായ, റസൂലുള്ള പറഞ്ഞു അവസാന കാലത്ത് വരുന്നൊരു പെണ്ണുങ്ങളെ പറ്റി, കാസിയാത്തുൻ നാരിയാത്തുൻ, ആ പെണ്ണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നഗ്നയാണവൾ. റസൂലുള്ള പറയാണ്, ഞാൻ കണ്ടിട്ടില്ല ആ പെണ്ണുങ്ങളെ, വരാനുള്ളതാ, ഇനി വരാനുള്ളതാ. കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാലോ ആരിയാത്തുൻ, നഗ്നയാണ്. ആ ശരീരം എന്താണെന്ന് കൃത്യമായി കാണിക്കുന്ന വേഷങ്ങൾ നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കരുത്. കീറിയതൊക്കെ അല്ലേ, മേലെ ഉള്ളത് അത് കീറിപ്പോയി. അപ്പോൾ ഇങ്ങനെ ബൈക്കുമൊക്കെ പോകുമ്പോൾ നാട്ടുകാർക്ക് കണ്ട് സന്തോഷിക്കാവുന്ന ഒരു വേഷമായിരിക്കും അത്. നല്ലോണം ആലോചിക്കുക പ്രിയപ്പെട്ടവരെ, പ്രശ്നം ഗുരുതരമാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ സൂക്ഷിക്കണമെന്ന് എപ്പോഴും റസൂലുള്ള പറഞ്ഞു. ഇമാം മുസ്ലിം ധരിക്കുന്ന ഈ ഹദീസ് കൂടി കേട്ടു നോക്കൂ നിങ്ങൾ. അൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഹളിറ. റസൂലുള്ള പറയാണ്, നിശ്ചയമായും ഈ ദുനിയാവ് മധുരമുള്ളതും, അത് എന്താ പറയാ, ഹുളിറ എന്ന് പറഞ്ഞാൽ പച്ചപ്പ് കൊണ്ട് നിറഞ്ഞതുമാണ്, കൗതുകരമായതാണ്, അലങ്കാരമുള്ളതാണ്, മധുരമുള്ളതാണ്. അള്ളാഹു നിങ്ങളെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദുനിയാവിൻ്റെ ഭയങ്കര മധുര ദുനിയാവ്, അതുപോലെ നല്ല പച്ചപ്പുള്ള അലങ്കാരമുള്ള അവസ്ഥയാണ് ദുനിയാവിന്. ഫയൻദുർ കൈഫ തഅമലൂൻ, നിങ്ങളെങ്ങനെയാണ് ഈ ദുനിയാവിൽ വർത്തിക്കുക, നിങ്ങൾക്ക് ഉത്തരവാദിത്തം നൽകപ്പെട്ട ഭക്ഷണത്തിൽ, നിങ്ങൾക്ക് ഉത്തരവാദിത്തം നൽകപ്പെട്ട വസ്ത്രത്തിൽ, ദുനിയാവിൻ്റെ മറ്റു കാര്യങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇത് മനുഷ്യനെ ആകർഷിക്കുന്ന മധുരമുള്ളതാണ് ദുനിയാവ്. അതുകൊണ്ട് നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കുക. പെണ്ണുങ്ങളെയും സൂക്ഷിക്കുക. ദുനിയാവിനെ സൂക്ഷിക്കുക, സ്ത്രീകളെയും സൂക്ഷിക്കുക. നിശ്ചയമായും ബനി ഇസ്രായേലിലുണ്ടായ കുഴപ്പത്തിന്റെ കാരണം സ്ത്രീകളായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ബനി ഇസ്രായേലിലെ ഫിത്നയുടെ കാരണം സ്ത്രീകളായിരുന്നു. അതുകൊണ്ട് ഫിത്ന, ഈ സമുദായത്തിന് സ്ത്രീകളിലൂടെ ഫിത്ന വരുന്നത് നിങ്ങൾ കാത്തുകൊള്ളണം, സൂക്ഷിച്ചു കൊള്ളണം. അപ്പൊ ഈ വേഷക്ക് അതിലെ പ്രധാന കാര്യങ്ങളാണ്. അതുകൊണ്ട് വളരെ ജാഗ്രത പാലിക്കുക. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നമ്മളെ പുരുഷന്മാരെയും സ്ത്രീകളൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാൻ ഒരു തഖ്വ നൽകുന്ന, തഖ്വയുള്ള ഒരു സമൂഹമായി അള്ളാഹു നമ്മളെ മാറ്റിയെടുക്കുമാറാകട്ടെ. നമ്മൾ ഈ വിഷയത്തിൽ വന്നുപോയ വീഴ്ചകൾ, കുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് ഈ വെള്ളി ഈ മാസത്തിലെ ലാസ്റ്റ് വെള്ളിയാണ്. ആ ലാസ്റ്റ് വെള്ളി നിങ്ങൾ പുറത്തിരിക്കുന്ന ബക്കറ്റ് ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ഉപയോഗിക്കാനാണെന്ന് അറിയാം. അത് പരിഗണിച്ചുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.